الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. അപ്പോൾ സൂറത്തു ഖാഫിൽ നിന്നുള്ള 9-ാമത്തെ ആയത്താണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. കഴിഞ്ഞിട്ടില്ലേ? തബ്സറത്തൻ വദിക്റ ലികുല്ലി അബ്ദിൻ മുനീബ്. അത് 8-ാമത്തെ ആയത്താണ്. അതിന്റെ തൊട്ടു മുമ്പുള്ള വചനം 7-ാമത്തെ ആയത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ജീവിക്കുന്ന ഈ ഭൗതികമായ ചുറ്റുപാടുകളിലും നമ്മളുടെ ആത്മാക്കളിൽ തന്നെയും സ്ഥാപിച്ചു വച്ചിരിക്കുന്ന ആയാത്തുകളെ സംബന്ധിച്ച്, അടയാളങ്ങളെ സംബന്ധിച്ച്, ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ചാണ് അത് പറഞ്ഞു വന്നത്. ആ ആയാത്തുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ചുള്ള പരാമർശത്തിലേക്ക് നമ്മൾ എത്തിയത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, കുഫാറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളവാക്കിയത്, ഒന്ന്, മനുഷ്യരിൽ നിന്ന് തന്നെയുള്ള ഒരു നബിയെ മനുഷ്യരിലേക്ക് അള്ളാഹു നിയോഗിച്ചത് അതവർക്ക് അത്ര രസിച്ചില്ല. അവരിൽ നിന്ന് തന്നെയുള്ള ഒരു നബിയെ അവരിലേക്ക് അയക്കുകയോ അത് വളരെ വിചിത്രമായി, അത്ഭുതകരമായ കാര്യമായി, അസംഭവ്യമായ ഒരു കാര്യമായിട്ട് അവർക്ക് തോന്നി. അതേപോലെ അവർക്ക് വളരെ അസംഭവ്യമായി തോന്നിയ, ഒരിക്കലും നടക്കില്ല എന്നവരുടെ മനസ്സ് ഉറപ്പിച്ചു പറഞ്ഞ മറ്റൊരു കാര്യം, മരണപ്പെട്ടു കഴിഞ്ഞാൽ മനുഷ്യന്റെ ശരീരം മണ്ണിൽ ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ പുനരുജ്ജീവിപ്പിക്കപ്പെടുക എന്നത് അതും സാധിക്കാത്ത, സംഭവിക്കാത്ത കാര്യമാണെന്നാണ്. ഈ രണ്ട് കാര്യങ്ങളും അവര് തള്ളിക്കളയാനുണ്ടായ കാരണം, അള്ളാഹു നിരന്തരം നബിമാരെയും അതുപോലെ തന്നെ ഗ്രന്ഥങ്ങൾ ഇറക്കിക്കൊണ്ടും, നബിമാരെ നിയോഗിച്ചും ഗ്രന്ഥം ഇറക്കിക്കൊണ്ടും അള്ളാഹു അവരെ ഉണർത്തിയിട്ടും ജനങ്ങൾക്ക് എന്തുകൊണ്ടാണ് അത് സ്വീകരിക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് ആയാത്തുല്ലാഹി അൽ മുനസ്സല, അള്ളാഹു അവന്റെ അടിയാറുകൾക്ക് വേണ്ടി ഇറക്കിക്കൊടുത്തിട്ടുള്ള ദൃഷ്ടാന്തങ്ങൾ അല്ലെങ്കിൽ വചനങ്ങൾ, സൂക്തങ്ങൾ, അവയെ അവർ സ്വീകരിക്കാതെ തള്ളിക്കളയുന്ന മാനസികാവസ്ഥയിലേക്ക് അവരെത്തുന്നത് എന്തുകൊണ്ടാണ്? ആ ആയത്തുകൾ കേൾക്കുമ്പോൾ അത് സ്വീകരിക്കണമെങ്കിൽ അവരുടെ മനസ്സിൽ പ്രാഥമികമായ ചില സ്വീകാര്യതയുടെ സ്വഭാവങ്ങൾ അവരുടെ മനസ്സിലുണ്ടാവേണ്ടതുണ്ട്. മനസ്സിൽ അങ്ങനെ ഒരു പശ്ചാത്തലം ഒരുക്കണമെങ്കിൽ അവരുടെ ബോധേന്ദ്രിയങ്ങൾ തുറന്നു പിടിക്കണം. അള്ളാഹു സ്ഥാപിച്ചു വച്ചിരിക്കുന്ന അവന്റെ പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങളിലേക്ക്. അത് ഈ ഭൂമിയിൽ അള്ളാഹു സ്ഥാപിച്ചതാകാം, അല്ലെങ്കിൽ ആകാശങ്ങളിൽ അള്ളാഹു സ്ഥാപിച്ചതാകാം, അല്ലെങ്കിൽ ഓരോ മനുഷ്യന്റെയും ആത്മാവിൽ അള്ളാഹു സ്ഥാപിച്ചതാകാം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, ഇടങ്ങളിൽ അള്ളാഹു സ്ഥാപിച്ചു വെച്ചിട്ടുള്ള
ദൃഷ്ടാന്തങ്ങൾ അവൻ നോക്കുകയും കാണുകയും ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് സ്വാഭാവികമായും അള്ളാഹ് ആയത്തിറക്കുമ്പോൾ ആയത്ത് ഉൾക്കൊള്ളാൻ സാധിക്കും. എന്നാൽ ഇത്തരം പ്രാപഞ്ചികമായിട്ടുള്ള ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ഒരിക്കൽ പോലും കണ്ണു തുറക്കാത്ത മനുഷ്യന്മാർക്ക് അള്ളാഹു വഹയിലൂടെ ഇറക്കിക്കൊടുക്കുന്ന ആയത്തുകൾ കേൾക്കുമ്പോൾ നബിമാര് വന്ന് ആ കാര്യം അവരോട് പറയുമ്പോൾ അവർക്ക് അത് വല്ലാതെ യേശൂല. ഇതാണ് അതിന്റെ കാര്യം. ഇത് പറഞ്ഞിട്ടാണ് അള്ളാഹു ഈ ദൃഷ്ടാന്തങ്ങളിലേക്ക് കടന്നു വന്നത്. ആ ദൃഷ്ടാന്തങ്ങളിൽ ആകാശങ്ങളിലേക്ക് അവർ നോക്കുന്നില്ലേ? സയ്യന്നാഹ, എങ്ങനെയാണ് നാം അവയെ അലങ്കരിച്ചിട്ടുള്ളത്. വമാലഹാമിൻ ഫുറൂജ്, യാതൊരു തരത്തിലുള്ള വിടവുകളോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വൈകല്യങ്ങളോ അതിന്റെ സൃഷ്ടിപ്പിൽ ഒരു വൈകല്യം അത് ചൂണ്ടിക്കാണിക്കാൻ സാധ്യതയില്ല. വൈകല്യങ്ങളില്ല എന്ന് മാത്രമല്ല, അത് വളരെ മനോഹരമാണ്, അത് വളരെ ബൃഹത്താണ്, അത് വളരെ സങ്കീർണമാണ്, അത് വളരെ വലിയതാണ്, അതൊക്കെ പറഞ്ഞു. അതേപോലെ തന്നെ ഉപരിയിലേക്ക് ആകാശത്തിലേക്ക് നിങ്ങൾ നോക്കുന്നത് പോലെ വല്ലർള മദദിനാഹ വഅൽഖൈനാ ഫീഹാ റവാസി വഅംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ ബഹീജ്. നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയെക്കുറിച്ചും അള്ളാഹു പറഞ്ഞു. മദദിനാഹ, അതിന്റെ മദ്ദുല്ലർള് ദഹവുല്ലർള് ത്വഹാഹ എന്ന് പറഞ്ഞ അതിനെ തഹവ് ചെയ്തു എന്ന് പറയുന്നത്, മദ് നടത്തി എന്ന് പറയുന്നത്, ദഹവ് നടത്തി എന്ന് പറയുന്നത് അത് തന്നെ വലിയൊരു ദൃഷ്ടാന്താണ്. കാരണം അത് ഉരുണ്ട് കിടക്കുന്ന ഒരു ഗോളമാണ്. അത് ഉരുണ്ട ഒരു ഗോളമായിരിക്കെ തന്നെ അതിന് ആ ഭൂമിയുടെ ഉപരിതലത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് പരന്ന വിശാലമായി പരന്നു കിടക്കുന്ന ഒരു ഭൂമിയായിട്ട് അനുഭവപ്പെടുന്നു. മാത്രമല്ല, ആ പരന്നു കിടക്കുന്ന ഭൂമിക്ക് മീതെ അവന് എന്ത് കാര്യങ്ങളും അവന്റെ ഏത് കാര്യങ്ങളും നടക്കും. അവന് വലിയ പാലങ്ങൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ വലിയ എടുപ്പുകൾ ഉണ്ടാക്കാം, അവിടെ അവന് കൃഷി ചെയ്യാം, അവിടെ അവന് എന്തെല്ലാം നാഗരികമായ പ്രവർത്തനങ്ങൾ അവൻ ഉദ്ദേശിക്കുന്നുവോ അതൊക്കെ അവന് ചെയ്യാം. അവനവിടെ ചാടിക്കളിക്കാം. ഭൂമി ഒരിക്കലും തന്നെ ഇസ്തിഖറാറില്ലാതെ, അതിനൊരു സ്റ്റെബിലിറ്റി ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്ന പ്രശ്നമല്ല. അങ്ങനെ ആ ഭൂമിയെ ഉറപ്പിച്ച് നിർത്തിയിട്ടുള്ളത് വലിയ പർവ്വതങ്ങൾ കൊടുത്തിട്ടാണ്. ആ കാര്യങ്ങൾ പറഞ്ഞു. വൽഖൈനാ ഫീഹാ റവാസി, അവയെ ഉറപ്പിച്ച് നിർത്തുന്ന ആണി പോലെ പർവ്വതങ്ങളെ അള്ളാഹു സ്ഥാപിച്ചു. വഅംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ ബഹീജ്, അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നോക്കുന്ന മനുഷ്യർക്ക് കണ്ണിന് വളരെ കൗതുകമുണ്ടാക്കുന്ന, മനസ്സിന് വളരെ ഇമ്പമുണ്ടാക്കുന്ന ഒരുപാട് തരം സസ്യലതാദികള്, ജന്തുജാതികള് ഇണകളായിട്ട് അള്ളാഹു സൃഷ്ടിച്ചു വെച്ചു. അതിനെക്കുറിച്ച് പറഞ്ഞു. ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം സൃഷ്ടിച്ചു വെച്ചത് തബ്സുറത്തൻ വദിക്റാ ലികുല്ലി അബ്ദിൻ മുനീബ്. ഇങ്ങനെയാണ് നമ്മൾ വിഷയത്തിലേക്ക് കടന്നു വരുന്നത്. കഴിഞ്ഞുപോയ ആയത്തുകളിലൂടെ നമ്മൾ കടന്നു പോരുമ്പോൾ അവ തമ്മിലുള്ള ഓർഗാനിക് യൂണിറ്റി കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്, മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചത്. ഇതെല്ലാം അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത് തബ്സുറത്തൻ. അവിടെ ആ തബ്സുറത്തൻ എന്ന് പറയുമ്പോൾ അതിനെ നസ്ബ് കാണുന്നുണ്ട്. അതിന്റെ വജ്ഹ് എന്താണ്? അതിന്റെ വജ്ഹ് മുഫസ്സിരീങ്ങൾ പല വിധത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏതാണ്ട് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് അത് മഫ്ഊൽ ലി അജലിഹി, മഫ്ഊൽ ബിഹിന്റെ മഫ്ഊല് സാധാരണ ഉണ്ടാവുക ഒരു ക്രിയ വന്നാൽ നിർബന്ധമായും വേണം അതിന്റെ ഫാളിന് കർത്താവ് വേണം. ഫിഅലും ഫാളിലും കഴിഞ്ഞാൽ ആ ക്രിയ അത് സകർമ്മക ക്രിയയാണെങ്കിൽ, അത് ട്രാൻസിറ്റീവ് വെർബാണെങ്കിൽ പിന്നെ അതിന്റെ മഫ്ഊൽ ബിഹി വേണം. ഇപ്പൊ കൊന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ ആര് കൊന്നു? അപ്പൊ കർത്താവിന് പറഞ്ഞു മുഹമ്മദ് കൊന്നു. ആരെ കൊന്നു? കർമ്മത്തെക്കുറിച്ച് ചോദിക്കും. അപ്പോഴേ അതിന്റെ ഉത്തരം, ആ വാചകം പൂർണ്ണമാകുന്നുള്ളൂ. അപ്പൊ മഫ്ഊൽ ബിഹിക്ക് അറബിയിൽ മഫ്ഊൽ ബിഹി എന്ന് പറയുമ്പോൾ ആ മഫ്ഊൽ ബിഹിയുടെ അർത്ഥത്തിലുണ്ടാകുന്ന ചെറിയ ന്യൂവാൻസ്, അതിലുണ്ടാകുന്ന ചെറിയ അർത്ഥഭേദങ്ങൾ, അത് വേർതിരിച്ച് കാണിക്കാൻ വേണ്ടി മഫ്ഊലുകളെ തന്നെ 5 ആക്കി. അത് അറബി ഭാഷന്റെ പ്രത്യേകത. വേറെ ഭാഷകളിലൊന്നും അങ്ങനെ കാണൂല. വെറും ഒരു മഫ്ഊലും ബിഹിമ തീരൂല അറബിയിൽ. അതിൽപ്പെട്ട ഒന്നാണ് മഫ്ഊലുൻ ലി അജലിഹി. മഫ്ഊലുൻ ലി അജലിഹി, ഒരു ക്രിയ പറഞ്ഞു, അതിന്റെ കർത്താവ് പറഞ്ഞു, അതിനുശേഷം മഫ്ഊലും ബിഹിയുടെ സ്ഥാനത്ത് വരുന്ന ഒരു കാര്യം, അത് ആ എന്തിനു വേണ്ടി ലി അജലിഹി,
എന്തിനു വേണ്ടിയിട്ടാണത് എന്ന ഒരു ധ്വനി ആ മഫ്ഊലുൻ ബിഹിക്ക് വരുന്നുണ്ടെങ്കിൽ അത് മഫ്ഊലുൻ ലി അജ്ലിഹി ആയിട്ട് പരിഗണിക്കും. അപ്പോ അള്ളാഹു ഭൂമിയെ മദ് ചെയ്തിട്ടുള്ളത്, ആകാശത്തെ ഉയർത്തിയിട്ടുള്ളത്, ആകാശത്ത് നിന്ന് മഴ ഇറക്കിയിട്ടുള്ളത്, അതിൽ നക്ഷത്രങ്ങൾ, സഞ്ചരിക്കുന്ന നക്ഷത്രങ്ങൾ, പിൻവാങ്ങുന്ന നക്ഷത്രങ്ങൾ, അപ്രത്യക്ഷമാകുന്ന നക്ഷത്രങ്ങൾ, ഭംഗിക്ക് വേണ്ടിയിട്ട് അള്ളാഹു സ്ഥാപിച്ചിരിക്കുന്ന നക്ഷത്രങ്ങൾ, അവിടെ നിന്ന് മഴ വർഷിപ്പിക്കുന്നത്, ഭൂമിയിൽ സസ്യലതാദികൾ മുളപ്പിച്ചിട്ടുള്ളത്, ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? അതെല്ലാം അതിന്റെ മസാലിഹകളും മനാഫികളും മനുഷ്യര്, അതുപോലെ തന്നെ ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന ജന്തുജാതികൾ, മൃഗങ്ങൾ, അവരൊക്കെ അത് അനുഭവിക്കുന്നതോടൊപ്പം ഇത് അള്ളാഹു ഉണ്ടാക്കി വെച്ചതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം തബ്സുറത്താണ്. അതൊരു ഉൾക്കാഴ്ച നൽകണം എന്നുള്ളതാണ്. ബസർ എന്നുള്ളതിൽ നിന്ന് തന്നെയാണ് തബ്സുറത്തുള്ളത്. തഫ്ഇലത്ത് വസല്ല. ബസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാഴ്ച, ദൃഷ്ടി എന്നൊക്കെയാണ്. സാധാരണ കാഴ്ച എന്ന് പറയുമ്പോൾ കണ്ണുകൊണ്ട് നമ്മൾ നോക്കിയാൽ കാണുന്ന കാഴ്ചക്ക്, അതിന് നമ്മൾ കാഴ്ച എന്ന് പറയലുണ്ട്. ആ കണ്ണുകൊണ്ട് നമ്മൾ നോക്കിക്കാണുന്ന കാര്യങ്ങളെ നമ്മൾ മനസ്സുകൊണ്ട് വിലയിരുത്തി ഉൾക്കൊള്ളുന്നതിന്, അതിന് നമ്മൾ ഉൾക്കാഴ്ച എന്ന് പറയും. അപ്പൊ ആ ഉൾക്കാഴ്ചക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു അകക്കണ്ണ് അള്ളാഹു നൽകിയിട്ടുണ്ട്. അകക്കണ്ണുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയും വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിന് നമ്മൾ അത് കണ്ടു. അത് പുറത്തുള്ള കണ്ണുകൊണ്ടല്ല കണ്ടത്, അകക്കണ്ണുകൊണ്ട് കണ്ടു. അപ്പൊ ആ കാഴ്ചക്ക് ഉൾക്കാഴ്ച എന്ന് പറയും. ആ ഉൾക്കാഴ്ചയാണ് ഇവിടെ തബ്സുറത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതെല്ലാം അള്ളാഹു ഇവിടെ സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത് തബ്സുറത്തൻ, തബ്സുറത്തിനു വേണ്ടിയാണ്, തബ്സുറത്തായിട്ടാണ്. അങ്ങനെ മഫ്ഊലുൻ ലി അജ്ലിഹി എന്ന സ്ഥാനത്താണ് ഇത് വന്നിട്ടുള്ളത്. പക്ഷെ നമ്മൾ നോക്കുന്ന തഫ്സീർ സഅദിന്റെ തഫ്സീറിൽ സഅദി കുറച്ചും കൂടി വ്യത്യസ്തമായിട്ട്, അങ്ങനെ അതിന്റെ ഇഅ്റാബിന് മാറ്റൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞു വരുന്ന രീതി കുറച്ചും കൂടി രസകരമായ രീതിയാണ്. ഫഇന്ന ഫിൻ നളരി ഫി ഹാദിഹിൽ അശ്യാഇ തബ്സുറത്ത്, അങ്ങനെയാണ് മൂപ്പര് കൊണ്ടുപോകുന്നത്. അവിടെ തബ്സുറത്ത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു പുതിയ വാചകമാണ്. ആ വാചകത്തിലെ മുബ്തദയാണ്. തബ്സുറത്തുൻ, ഒരു ഉൾക്കാഴ്ചയുണ്ട്. ആർക്ക്? ലികുല്ലിൻ, എല്ലാ ഓരോരുത്തരും. അപ്പൊ തബ്സുറത്ത് എന്നുള്ളത് മുബ്തദയാണ്. ലികുല്ലിൻ എന്ന് പറയുന്ന ജാർ മജ്റൂർ ആ തബ്സുറത്തുമായി ബന്ധപ്പെട്ടതാണ്. അത് ഖബറിന്റെ സ്ഥാനത്ത് നിലനിൽക്കുന്നതുമാണ്. പിന്നെ ആ ജുംലത്തുൻ ഇസ്മിയയില് ഏത് പ്രവേശിച്ചു? ഇന്ന പ്രവേശിച്ചു. ഇന്ന പ്രവേശിച്ചപ്പോ പിന്നെ മുബ്തദനെ എന്താക്കേണ്ടി വരും? മുബ്തദനെ ഇന്നന്റെ ഇസ്മാക്കും, അതിന് നസ്ബ് കൊടുക്കും. അപ്പൊ അതുകൊണ്ട് മൂപ്പര് ഫഇന്ന ഫിൻ നളരി ഫി ഹാദിഹിൽ അശ്യാഇ തബ്സുറത്തൻ എന്നാക്കി. ഈ വസ്തുക്കളിൽ നോക്കുക എന്നുള്ളതിൽ തീർച്ചയായിട്ടും എന്തുണ്ട്? തബ്സുറത്ത് ഉണ്ട്. തീർച്ചയായും തബ്സുറത്ത് ഉണ്ട്. ആർക്ക്? ലികുല്ലിൻ, എല്ലാവർക്കും. എല്ലാവർക്കും എന്നുള്ളത് പിന്നെ നമുക്ക് വിശദീകരിക്കാം. അപ്പൊ ഫഇന്ന ഫിൻ നളരി, നോക്കുന്നതിലുണ്ട്. തീർച്ചയായും നോക്കുന്നതിലുണ്ട്. ആ നോട്ടം കണ്ണുകൊണ്ട് നോക്കിയെങ്കിലേ പിന്നെ അകക്കണ്ണുകൊണ്ട് കാണാൻ കഴിയുള്ളൂ. അപ്പൊ ആ നോട്ടത്തെ ഇന്നതരം നോട്ടം എന്ന് നമ്മൾ അവിടെ വേർതിരിക്കേണ്ടതൊന്നുമില്ല. അത് കാണണമെങ്കിൽ ആദ്യം നമ്മുടെ റഅ്യുൽ ഐൻ, നമ്മുടെ തലയിൽ അള്ളാഹു നമുക്കുണ്ടാക്കി തന്നിട്ടുള്ള ഈ കണ്ണുകൊണ്ട് തന്നെ നോക്കണം. അത് നോക്കിയിട്ട് നമ്മൾ കണ്ടു കഴിയുമ്പോൾ സ്വാഭാവികമായും അതിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ അത് നമ്മുടെ അകക്കണ്ണിലേക്ക് എത്തും. അകക്കണ്ണുകൊണ്ട് നമ്മൾ ഒരു ഉൾക്കാഴ്ച നമുക്കുണ്ടാകും. അതിനെക്കുറിച്ച് നമുക്കൊരു ഇൻസൈറ്റ് വരും. എന്താണ് അതിൽ പറയുന്നത്? തബ്സുറത്തൻ വദിക്റാ ലികുല്ലി അബ്ദിൻ മുനീബ്. തബ്സുറത്തൻ ഫഇന്ന ഫിൻ നളരി ഫി ഹാദിഹിൽ അശ്യ, ഈ പറഞ്ഞ വസ്തുക്കളിൽ നോക്കുക എന്നുള്ളതിലുണ്ട്. ഈ പറഞ്ഞ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ തൊട്ട് മുമ്പ് കഴിഞ്ഞ 2-3 ആയത്തുകളിൽ കുറെ വസ്തുക്കളെ കുറിച്ച് തന്നെ, ആകാശത്തെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും മഴയെക്കുറിച്ചും പർവ്വതങ്ങളെക്കുറിച്ചും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സസ്യലതാദികളെ കുറിച്ചും പറഞ്ഞല്ലോ. ആ പറഞ്ഞിട്ടുള്ള അവയെക്കുറിച്ചുള്ള നോട്ടത്തിലുണ്ട് തബ്സുറത്തൻ, ഒരു തബ്സുറത്തുണ്ട്, ഉൾക്കാഴ്ച ഉണ്ട്. യതബസ്സറു ബിഹ, യതബസ്സറു ബിഹ, ആ തബ്സുറത്ത് കൊണ്ട് ഒരാൾക്ക് ഉൾക്കാഴ്ച ലഭിക്കും. തബ്സുറ യതബസ്സറു ബിഹ, തബ്സുറത്ത് ഉൾക്കാഴ്ച, യതബസ്സറു ഉൾക്കാഴ്ച ലഭിക്കുന്നു, ബിഹ അതുകൊണ്ട്.
ആ ഇൻസൈറ്റ് കൊണ്ട് ഒരാൾ ഇൻസൈറ്റ്ഫുൾ ആയിത്തീരുന്നു. എന്തിൽ നിന്നാണ് അയാൾക്ക് ഒരു കാഴ്ച കിട്ടുന്നത്? മിൻ അമൽ ജഹൽ. അമൽ ജഹൽ, ഇവിടുത്തെ കാഴ്ച ഏതിൽ നിന്നാണ്? അമ, അന്ധതയിൽ നിന്ന്, ജഹല്, വിവരമില്ലായ്മയുടെ അറിവുകേട് കൊണ്ട് ആദ്യം അന്ധത ബാധിച്ചിട്ടുള്ള അന്ധതയിൽ നിന്ന് ഒരു കാഴ്ച നമുക്ക് കിട്ടും. ഈ വസ്തുക്കളെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ, അപ്പൊ നമുക്കൊരു കണ്ണ് ഉള്ളിൽ തുറക്കും, നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു കണ്ണ് തുറക്കും. ആ കണ്ണ് തുറക്കുമ്പോൾ ഒരു അന്ധത നീങ്ങിക്കിട്ടും. ആ അന്ധത എന്ന് പറയുന്നത് ഏത് തരം അന്ധതയായിരുന്നു? അത് അമൽ ജഹൽ, ജഹലിന്റെ അമയാണ്. അമ എന്ന് പറഞ്ഞാൽ അന്ധത. തബ്സറത്തൻ യതബസ്സറു ബിഹ. എങ്ങനെ യതബസ്സറു ബിഹ എന്നാക്കാം, അല്ലെങ്കിൽ ഫായിലിന് ഉദ്ദേശിക്കണില്ലെങ്കിൽ യുത്തബസ്സറു എന്ന് വായിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. യുത്തബസ്സറു ബിഹ ആര് എന്ന് പറയാതെ പറയുമ്പോ അങ്ങനെ മജ്ഹൂലായിട്ട് വായിക്കാൻ കുഴപ്പമില്ല. യുത്തബസ്സറു ബിഹ. അപ്പോ അതിൽ ഇത്തരം ദൃഷ്ടാന്തങ്ങളിലേക്ക്, ചരാചരങ്ങളിലേക്ക് ഒരാൾ കണ്ണു പായിച്ചാൽ അയാളുടെ ബോധേന്ദ്രിയങ്ങൾ തുറന്നു പിടിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഒരു തബ്സുറത്ത് കിട്ടും, ഒരു കാഴ്ച കിട്ടും. ആ കാഴ്ചയെ തബസ്സറു ബിഹ, ആ കാഴ്ചയെ കൊണ്ട് അല്ലെങ്കിൽ ആ കണ്ണുകൊണ്ട് അയാൾക്ക് കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അയാൾക്ക് കാഴ്ചശക്തി ലഭിക്കുന്നത് മിൻ അമൽ ജഹൽ, വിവരമില്ലായ്മയുടെ ജഹലിന്റെ അന്ധത മാറിയിട്ട് അറിവിന്റെ വെളിച്ചം, അറിവിന്റെ കാഴ്ചയാണ് അയാൾക്ക് കിട്ടുക. അതിൽ തബ്സുറത്ത് മാത്രമല്ല വദിക്റ, പിന്നെ ആ തബ്സുറത്തിലേക്ക് അത്ഫ് ചെയ്തു, തബ്സുറത്തൻ വദിക്റ. ഇത്തരം ചരാചരങ്ങളിലേക്ക്, ദൃഷ്ടാന്തങ്ങളിലേക്ക് നോക്കുമ്പോൾ ഒരു കാഴ്ച കിട്ടുന്നു. അതുപോലെ തന്നെ വദിക്റ, ഒരു റിമൈൻഡ് കിട്ടുന്നു, ഒരു ഉത്ബോധനം കിട്ടുന്നു. ദിക്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണർത്തൽ എന്നാണ്. യതദക്കറു ബിഹ, മറ്റിടത്ത് നിങ്ങൾ യതബസ്സറു ബിഹ എന്നുള്ളത് യുത്തബസ്സറു വായിക്കുകയാണെങ്കിൽ ഇവിടെ യുത്തദക്കറു ബിഹ, പക്ഷെ അതിന് വലിയൊരു ഭംഗിയുള്ള വായന അല്ല അത്, അതിന്റെ ആവശ്യമല്ല. കാരണം തഫഅല വസൻ എടുക്കുന്നതോട് കൂടി അത് ലാസിമാകും. പിന്നെ അതിനെ അൽ മബ്നിയുൽ മജ്ഹൂൽ ആക്കേണ്ടതില്ല. യുത്തബസ്സറു എന്നുള്ളതിൽ നടന്നാലും യുത്തദക്കറു പറയാന്നുള്ളത് വളരെ വിചിത്രമാണ്. യതദക്കറു തന്നെയാണ് വായിക്കാം. യതദക്കറു ബിഹ, അയാൾക്ക് ആ ഉണർത്തൽ കൊണ്ട് അയാൾക്ക് ഉത്ബോധനം ലഭിക്കും. ആ ഉണർത്തൽ കൊണ്ട് യുത്തദക്കറു, ഒരാൾക്ക് ആളെ പറയുന്നില്ല, അതുകൊണ്ട് മജൂലായിട്ട് പറയുന്നു, ഉത്ബോധനം സ്വീകരിക്കപ്പെടുന്നു. ബിഹ, ആ ഉണർത്തൽ കൊണ്ട് ഉത്ബോധനം ലഭിക്കുന്നു. ആ കണ്ണുകൊണ്ട് കാഴ്ച ലഭിക്കുന്നു. ആ കണ്ണുകൊണ്ട് കിട്ടുന്ന കാഴ്ച ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജഹലിൽ ഉണ്ടാക്കി തീർക്കുന്ന അന്ധതയിൽ നിന്ന് നമുക്ക് കാഴ്ച കിട്ടലാണ്. അതുപോലെ തന്നെ ദിക്റ, അതൊരു ഉണർത്തലാണ്. അത് കാഴ്ച മാത്രമല്ല, ഒരു ഉണർത്തലാണ്. യതദക്കറു ബിഹ, ആ ഉണർത്തൽ കൊണ്ട് അയാൾക്ക് ഉത്ബോധനം ഉൾക്കൊള്ളാൻ പറ്റും. മാ യൻഫഉ ഫിദ്ദീനി വദ്ദുനിയ, ഏത് തരത്തിലുള്ള കാഴ്ചയും ഏത് തരത്തിലുള്ള ഉണർത്തലുമാണ് അത് മുഖേന കിട്ടുന്നത്. യാതൊന്ന്, യൻഫഉ, അത് ഉപകരിക്കുന്ന തരത്തിലുള്ള യാതൊന്ന്. അവിടെ എന്ന് പറഞ്ഞാൽ യാതൊന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റിലേറ്റീവ് പ്രോനൗൺ മാതിരിയാണ് കിടക്കുന്നത്. ദാറ്റ് അല്ലെങ്കിൽ വിച്ച് എന്നതൊക്കെ ഇംഗ്ലീഷിൽ പ്രയോഗിക്കുന്നതിന് പകരമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അത് യൻഫഉ, അത് നാഫിയായിത്തീരും, ഉപകാരം ചെയ്യും. ഫിദ്ദീനി വദ്ദുനിയ, ഒരാളുടെ ദീൻ കാര്യത്തിലും ഒരാളുടെ ദുന്യാവിലുള്ള അയാളുടെ ജീവിതത്തിലും അയാൾക്ക് ഉപകാരം ചെയ്യും. അപ്പൊ ദീനിലും ദുനിയാവിലും അയാൾക്ക് ഉപകാരം ചെയ്യുന്ന ഒരു ഉണർത്തൽ അതിലുണ്ട്. ആ ഉണർത്തൽ കൊണ്ട് അയാൾക്ക് ഉത്ബോധനം ഉൾക്കൊള്ളാം. അങ്ങനെ അയാൾക്ക് അറിവുകേടിന്റെ അന്ധതയെ അകറ്റുന്നതിനാവശ്യമായിട്ടുള്ള ഒരു കാഴ്ച അയാൾക്ക് കിട്ടും. അതുകൊണ്ട് അറിവുകേട് ഒഴിവാക്കിയിട്ട് അയാൾക്ക് വിവരം സ്വീകരിക്കാനും പറ്റും. വയതദക്കറു ബിഹാ മാ അഖ്ബറല്ലാഹു ബിഹി, ദീനിലും ദുനിയാവിലും അയാൾക്ക് ഉപകാരം കിട്ടുമെന്ന് മാത്രമല്ല, വയതദക്കറു ബിഹാ, അത് മുഖേന അയാൾക്ക് ഉത്ബോധനം ഉൾക്കൊള്ളാൻ പറ്റും. മാ അഖ്ബറല്ലാഹു ബിഹി, അള്ളാഹു അറിയിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച്. അപ്പൊ അതിന്റെ ഗുണം അതാണ്. ഈ വസ്തുക്കളിലേക്ക് നോക്കിയാൽ, ഈ ദൃഷ്ടാന്തങ്ങളിലേക്ക് നോക്കിയാൽ, സഅദി അതിന് പറഞ്ഞിട്ടുള്ളത് ലായാത്തുൽ ഉഫുഖിയ്യ എന്നുള്ളതാണ്. ചക്രവാളങ്ങളിൽ അവൻ വിന്യസിച്ചിരിക്കുന്ന അവന്റെ ദൃഷ്ടാന്തങ്ങൾ,
അവയിലേക്ക് നമ്മൾ നമ്മുടെ ബോധേന്ദ്രിയങ്ങൾ തുറന്നു പിടിച്ചാൽ അതുകൊണ്ടുണ്ടാകുന്ന ഗുണം എന്താണ്? അത് തബ്സുറത്താണ്, അത് ദിക്റയാണ്. ആ തബ്സുറത്തിന്റെ മെച്ചം എന്താണ്? യതബസ്സറു ബിഹാ മിൻ അമൽ ജഹൽ. ആ ദിക്റിന്റെ മെച്ചം എന്താണ്? യതദക്കറു ബിഹാ മാ യൻഫഉ ഫിദ്ദീനി വദ്ദുനിയ. അയാൾക്ക് ഉത്ബോധനം ഉൾക്കൊള്ളാം, അയാളുടെ ദീനിലും അയാളുടെ ദുനിയാവിലും ഉപകാരം ലഭിക്കുന്ന തരത്തിൽ. മാത്രമല്ല യതദക്കറു ബിഹാ, അങ്ങനെ അയാൾ ഈ കാര്യങ്ങളിലേക്കൊക്കെ നോക്കിക്കഴിയുമ്പോൾ അയാൾക്ക് ലഭിക്കുന്ന ഈ റിമൈൻഡും അയാൾക്ക് നിൽക്കുന്ന ഈ കാഴ്ചയും കാരണത്താൽ അയാൾക്ക് ഉത്ബോധനം ഉൾക്കൊള്ളാം. മാ അഖ്ബറല്ലാഹു ബിഹി, അള്ളാഹു അറിയിച്ചു തന്നിട്ടുള്ള. അപ്പൊ സ്വാഭാവികമായും മാ അഖ്ബറല്ലാഹു ബിഹിയാണ് അൽ ആയാത്തുൽ മുനസ്സല, അവൻ ഇറക്കിയിട്ടുള്ള, അവന്റെ അള്ളാഹ് ഇറക്കിയിട്ടുള്ള ദൃഷ്ടാന്തങ്ങൾ. ആയാത്തുകളെ രണ്ടാക്കിയിട്ടാ തിരിക്കുക. ഒന്ന് അൽ ആയാത്ത് അൽ കൗനിയ, പ്രപഞ്ചത്തിൽ അവൻ സ്ഥാപിച്ചു വെച്ചിട്ടുള്ള ദൃഷ്ടാന്തങ്ങൾ. മറ്റൊന്നല്ല ആയാത്ത് അൽ മുനസ്സല, അവൻ 7 ആകാശങ്ങൾക്ക് ഉപരിയിൽ നിന്ന് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന ഭൂലോകത്ത് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നടക്കുന്ന നബിമാരിലേക്ക് അള്ളാഹു ഇറക്കിക്കൊടുക്കുന്ന അവന്റെ വചനങ്ങൾ. അപ്പൊ ഇറക്കിക്കൊടുക്കുന്ന വചനങ്ങൾ അത് ഒരാൾക്ക് ഉൾക്കൊള്ളണമെങ്കിൽ സ്വാഭാവികമായും അതിന് മുന്നോടിയായിട്ട് അയാൾ എന്ത് ചെയ്യണം? അള്ളാഹ് സ്ഥാപിച്ചു വെച്ചിട്ടുള്ള, ചുറ്റും ഇവിടെ വിന്യസിച്ചിട്ടുള്ള അവന്റെ പ്രാപഞ്ചികമായിട്ടുള്ള ചക്രവാളങ്ങളിൽ അവൻ വിന്യസിച്ചിട്ടുള്ള അവന്റെ ദൃഷ്ടാന്തങ്ങൾ, അവയെക്കുറിച്ച് അവൻ കണ്ണു തുറക്കണം. കണ്ണു തുറന്നാൽ അവന് ഉൾക്കാഴ്ച കിട്ടും. കണ്ണു തുറന്നാൽ അതവനെ ഉണർത്തും. അത് അവന് ഉത്ബോധനം ഉൾക്കൊള്ളാനും അതവന് കാഴ്ച ഉൾക്കൊള്ളാനും സഹായകമായി തീരും. വഅഖ്ബറത് ബിഹി റുസുലുഹു, അള്ളാഹ് അറിയിച്ചത് മാത്രമല്ല. അള്ളാഹ് അറിയിച്ചു എന്ന് പറഞ്ഞാൽ അത് ഖുർആൻ മാത്രമാണ് അങ്ങനെ വിചാരിക്കേണ്ട. അള്ളാഹ് അറിയിച്ചതുപോലെ തന്നെയാണ് അവന്റെ മുർസലീങ്ങളും അറിയിച്ചിട്ടുള്ളത്. അപ്പൊ അള്ളാഹു അറിയിച്ചിട്ടുള്ള കാര്യങ്ങൾ വഅഖ്ബറത് ബിഹി റുസുലുഹു, അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, അഖ്ബറത്ത് എന്നാ പറഞ്ഞത്, അതിനെ മുഅന്നസാക്കി. അത് മുഅന്നസാക്കാനുള്ള കാരണം റുസുലുഹു, റുസുല് ബഹുവചനമാണ്. അങ്ങനെ ബഹുവചനത്തിൽ നമ്മൾ പ്രയോഗിച്ചാൽ ആ ബഹുവചനത്തിൽ പ്രയോഗിക്കുന്നതിനെ ചിലപ്പോൾ നമുക്ക് ജമ്മായിട്ട് പരിഗണിക്കാൻ അറബിയിൽ അങ്ങനെ ഒരു നിയമമുണ്ട്. മുഅന്നസായിട്ട് ഖാലത്തിൽ ഉലമാഉ എന്ന് വേണമെങ്കിൽ പറയാം. അത് ഭാഷയിൽ തെറ്റല്ല. ഖാലൽ ഉലമാഉ എന്ന് പറയുന്നതിനേക്കാൾ ഒരു പക്ഷെ കൂടുതൽ ശരി ഖാലത്തുൽ ഉലമാഉ പറയലാണ്. ഖാലൽ ഉലമാഉ എന്ന് പറയാന്നേ ഉള്ളൂ, അസ്ല് ഖാലത്തുൽ ഉലമാഉ എന്ന് പറയണം. കാരണം ജമ്മ കുല്ലു ജംഇൻ മുഅന്നസു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സങ്കല്പമുണ്ട് അറബിയിൽ. അപ്പൊ ആ അർത്ഥത്തിലാണ് പ്രയോഗിച്ചിട്ടുള്ളത്. മാ അഖ്ബറല്ലാഹു ബിഹി വമാ അഖ്ബറത് ബിഹി റുസുലുഹു, അള്ളാഹു അറിയിച്ചു തന്നിട്ടുള്ളതോ അല്ലെങ്കിൽ അവന്റെ ദൂതന്മാർ അറിയിച്ചു തന്നിട്ടുള്ളതോ ആയ കാര്യങ്ങൾ അത് ഉൾക്കൊള്ളാൻ, അതിൽ നിന്ന് ഉത്ബോധനം സ്വീകരിക്കാൻ ഒരാൾക്ക് പ്രാപ്തി ലഭിക്കുന്നത് അപ്പോൾ മാത്രമാണ്. എപ്പോൾ മാത്രമാണ്? അയാൾ നോക്കുന്ന സമയത്ത്. ഏതിലേക്ക് നോക്കുമ്പോൾ? അൽ മദ്കൂറ, കഴിഞ്ഞ ആയത്തുകളിൽ പറഞ്ഞിട്ടുള്ള ദൃഷ്ടാന്തങ്ങളിലേക്ക്. അതിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അവനുണ്ടാകുക തബ്സുറത്താണ്, അതൊരു കാഴ്ചയാണ്. ആ തബ്സുറത്ത് അവൻ എന്തിനു നേരെയാണ് കണ്ണു തുറക്കുന്നത്? അമൽ ജഹല് ഒഴിവാക്കിയിട്ട് അവന്റെ ദൃഷ്ടാന്തങ്ങൾ കാണാനാണ്. അതൊരു ദിക്റയാണ്. എന്തിനുള്ള ദിക്റയാണ്? അയാളുടെ ദീനിന്റെ കാര്യത്തിലും ദുന്യാവിന്റെ കാര്യത്തിലും അയാൾക്ക് ഉപകരിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള ഒരു ഉണർത്തലാണ്. അത് അയാൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും പിന്നെ അള്ളാഹ് അപ്പോ പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ചിന്തിക്കാത്ത ഒരാൾക്ക് പിന്നെ ഖുർആന് അല്ലെങ്കിൽ ഹദീസ് അതിലുള്ള ആയാത്തുകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വേണ്ടതുപോലെ അങ്ങോട്ട് ദഹിക്കൂല. അത് ദഹിക്കണമെങ്കിൽ അതിനുള്ള ഒരു പ്രീ കൾച്ചർ അയാളുടെ മനസ്സിൽ വേണം. അതാണ് യഥാർത്ഥത്തിൽ പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങളെ കുറിച്ചുള്ള ചിന്ത എന്ന് പറയുന്നത്. വലൈസ ദാലിക ലികുല്ലി അഹദ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള, അള്ളാന്റെ മുർസലീങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഉത്ബോധനം ലഭിക്കുക എന്നുള്ളത് വലൈസ ലികുല്ലി അഹദ്, എല്ലാവർക്കും ഉള്ളതല്ലത്. അവിടെ ഒരു കണ്ടീഷനും കൂടി വെച്ചു. ഈ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ നിരീക്ഷിക്കാൻ നടന്നാൽ മാത്രം കിട്ടുന്ന ഒരു കാര്യമാണോ? അതുമല്ല, അതതിന് വേണമെന്നുള്ളൂ, അതതിൻ്റെ ഒരു കണ്ടീഷനാണ്. പക്ഷെ അതുകൊണ്ട് മാത്രമല്ല, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കണ്ടീഷൻ ഇനി പറയുന്നതാണ് ബൽ, അത് ഈ ഗുണം കിട്ടുന്നത് ആർക്കാണ്? ലികുല്ലി അബ്ദിൻ മുനീബ്, മുനീബായ എല്ലാ അടിമക്കും എല്ലാ സൃഷ്ടിക്കുമാണ് കിട്ടുക. അബ്ദായതുകൊണ്ട് കിട്ടൂല, മുനീബാകണം.
മുനീബ് എന്നുള്ളതാണ് അവിടെ ഖൈദ്. അബ്ദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാന്റെ ഖൽഖ് എന്നുള്ള അർത്ഥം അവിടെ ഉള്ളൂ. പക്ഷെ മുനീബായിരിക്കണം. മുനീബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? മുനീബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോകുക, ഒരു വസ്തുവിനെ ഒന്ന് ഒഴിവാക്കിയിട്ട് അങ്ങോട്ട് പോകുന്നതിന് പകരം, അതിൽ നിന്ന് അകലേക്ക് പോകുന്നതിന് പകരം ആ വസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് അതിലേക്ക് ഇങ്ങോട്ട് അഭിമുഖീകരിച്ച് വരുന്നതിനാണ് എന്ത് എന്ന് പറയുന്നത്? ഇനാബത്ത് എന്ന് പറയുന്നത്. ഇപ്പൊ അള്ളാഹിനെയും അള്ളാഹിന്റെ മാർഗത്തെയും ഉപേക്ഷിച്ച് ഒരാൾ വഴി തെറ്റിപ്പോവുകയാണെങ്കിൽ അത് അള്ളാഹുവിൽ നിന്ന് അവന്റെ മാർഗത്തിൽ നിന്ന് ദൂരത്തേക്ക് പോകലാണ്. ആ മനുഷ്യൻ അള്ളാഹുവിലേക്ക്, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് തിരിച്ച് അതിനെ അഭിമുഖീകരിച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനാണ് അറബിയിൽ ഇനാബത്ത് എന്ന് പറയാം. നമ്മൾ ചിലപ്പോൾ തൗബ, പശ്ചാത്താപം, മടക്കം എന്നൊക്കെ അതിന് പറയും. പക്ഷെ വാക്ക് അർത്ഥം ഇതാണ്: ഒരു പോയിന്റിൽ നിന്ന് അതിനെ ഒഴിവാക്കിയിട്ട് അതിൽ നിന്ന് അകലേക്ക് പോകുക. അത് നുഫ്രത്താണ്. നേരെ മറിച്ച് ആ നുഫ്രത്തിന് പകരം അതിന്റെ നേരെ അഭിമുഖമായി നിൽക്കുന്ന കാര്യമാണ് എന്ത്? ഇനാബത്ത്. ഇനാബത്ത് എന്ന് പറഞ്ഞാൽ അതിലേക്ക് തന്നെ യഥാർത്ഥത്തിൽ അയാൾ അവിടെ ഉണ്ടായിരുന്നത്, അവിടുന്ന് പിന്നെ അയാളുടെ കുരുത്തക്കെടുകൊണ്ട് ദൂരത്തേക്ക് തെറ്റിപ്പോയതാണ്. ആ പോയ ആള് അയാൾ ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക്, അയാളുടെ യഥാസ്ഥാനത്തേക്ക് അയാൾ അഭിമുഖീകരിച്ചുകൊണ്ട് അതിനെ വരിച്ചുകൊണ്ട് തിരിച്ചു വരുന്ന വരവാണ്. ആ തിരിച്ചു വരവാണ് യഥാർത്ഥത്തിൽ എന്ത്? ഇനാബത്ത്. അങ്ങനെ ഒരു ഓപ്പോസിറ്റ് നോക്കണ്ട. മഴന മാത്രം നുഫറത്താണ് സാധാരണ. അതിന് പിന്നെ അതിന് ഇതുണ്ടാവുക. സത്യം കാണുമ്പോൾ ആ സത്യത്തോട് ഒരു വെറുപ്പും അത് സഹിക്കാൻ പറ്റാതെ അതിൽ നിന്ന് അകന്നു പോകുന്നതിന് സാധാരണ പറയാ നുഫറത്ത് എന്നാണ്. നഫറത്ത് എന്ന് പറഞ്ഞാൽ തന്നെയാണ്. നഫറത്ത് പറഞ്ഞാൽ അവര് ഹെയ്റ്റ് എന്നുള്ളതിൽ നഫറത്ത് എന്നാണ് പറയാ. ഒക്കെ അറബി വാക്കിൽ നിന്ന് പോയതാണ്. ലികുല്ലി അബ്ദിൻ മുനീബ് ഐ ഇലല്ലാഹ്. അങ്ങനെ തിരിച്ചു വരുന്നത് ആരിലേക്കാണ്? യുനീബു ഇലാമൻ ഇലല്ലാഹ്, അള്ളാഹുവിലേക്കാണ്. അള്ളാഹുവിലേക്കുള്ള ഇനാബത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡിഫൈൻ ചെയ്യണം. എന്താണ് പിന്നെ ഇനാബത്തിന്റെ സ്വഭാവം? ഐ അഥവാ മുഖ്ബിലുൻ അലൈഹി. മുഖ്ബിലുൻ അലൈഹി, അള്ളാഹുവിലേക്ക് തിരിച്ച് മുഖ്ബിൽ, ഇഖ്ബാൽ, അഭിമുഖീകരിക്കണം. അള്ളാഹുവിലേക്ക് നമ്മളൊരാള് നമ്മളെ നേരെ ഇങ്ങോട്ട് അഡ്വാൻസ് ചെയ്ത് വരുന്നതിനാണ് അക്ബല എന്ന് പറയാം. നമ്മളെ അഭിമുഖീകരിച്ച് ഇങ്ങോട്ട് വരുന്നു. അത് വരുമ്പോ എങ്ങനെങ്കിലും വന്നാൽ പോരാ. 3 കാര്യങ്ങൾ അവിടെ ഉണ്ടാകണം: അൽ ഹുബ് വൽ ഖൗഫ് വർ റജ. അള്ളാഹുവിലേക്കുള്ള എന്ത് സംഗതിയും ഇത് 3 കൂടി ഉണ്ടായാലും നിർബന്ധമാണ്. അപ്പോഴേ തഅ്ളീം ഉണ്ടാകുള്ളൂ. ഈ 3നും കൂടി ഒറ്റ വാക്ക് കിട്ടണോ? തഅ്ളീം എന്ന് വെച്ചു കൊടുത്താൽ മതി. തഅ്ളീം എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ ബ്രേക്ക് ഡൗൺ, അത് സ്പ്ലിറ്റ് ചെയ്താൽ കിട്ടുന്ന കാര്യങ്ങളാണ്. അൽ ഹുബ്, ഒന്നാമത്തേത് അൽ ഹുബ്, രണ്ടാമത്തേത് അൽ ഖൗഫ്, മൂന്നാമത്തേത് അർ റജ, സ്നേഹം, പിന്നെ ഖൗഫ് ഭയം, പിന്നെ റജാഉൻ പ്രതീക്ഷ. ഇത് 3ഉം കൂടി ആരോടെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അയാളോട് നമുക്ക് തോന്നുന്ന ഈ 3ഉം കൂടി തോന്നുമ്പോൾ അതിനാണ് എന്തെന്ന് പറയുന്നത്? തഅ്ളീം എന്ന് പറയുന്നത്. ഇത് അള്ളാഹിനോടാണ് ഉണ്ടാകാൻ പാടുള്ളൂ. അത് ഔലിയാക്കന്മാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ തഅ്ളീം, ആ മനസ്സിന്റെ ആ ഭാവമാണ് ഇബാദത്ത്, ആരാധന എന്ന് പറയുന്നത്. ആ തഅ്ളീം ഇല്ലാതെ ബാക്കി നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരാധന ആകൂലേ? തെറ്റാവൂലേ? ആരാധനയാകും, തെറ്റാവും. പക്ഷെ അത് സുവരിയായിരിക്കും. സുവരി എന്ന് പറഞ്ഞാൽ അതിന്റെ രൂപം അങ്ങനെയാണ്. അത് എത്രത്തോളത്തോളം സുവരിയാണോ ചിലപ്പോൾ അത് ശിർക്ക് അസുഗറിൽ വരെ പെടുള്ളൂ. ഇപ്പൊ ഒരു വ്യാജ ദൈവം, അത് ആൾദൈവം ആവട്ടെ, അതല്ലെങ്കിൽ കല്ല് കൊണ്ടുണ്ടാക്കിയ വിഗ്രഹമാകട്ടെ, മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ബിംബമാകട്ടെ, അതല്ലെങ്കിൽ പിന്നെ മറ്റേതെങ്കിലും രൂപത്തിലുള്ള, അപ്പോ സൂര്യൻ, ചന്ദ്രൻ പോലുള്ള ഇങ്ങനെയുള്ള അള്ളാന്റെ മറ്റ് സൃഷ്ടികളാകട്ടെ, അവയുടെ മുന്നിൽ ഒരാള് ആരാധന കാണിക്കുന്നു. എന്തിനു കാണിക്കുന്നു? കുടുങ്ങിയിട്ട് ചെയ്യാണ്, മറ്റൊരാൾ നിർബന്ധിച്ചിട്ട് ചെയ്യാണ്. വിഗ്രഹത്തിന് ഇപ്പൊ സുജൂദ് ചെയ്യണം, ഇല്ലെങ്കിൽ ഇപ്പൊ തല വെട്ടും എന്ന് പറഞ്ഞു അയാൾ സുജൂദ് ചെയ്തു. അയാൾക്ക് ഈ തഅ്ളീം മനസ്സിലില്ല, വെറുപ്പാണ്, അതിനോട് വെറുപ്പാണ്. എങ്കിൽ ആ സുജൂദല്ലേ? സുജൂദാണ്. ഇബാദത്തല്ല, ഇബാദത്താണ്. പക്ഷെ അത് സുവരിയാണ്.
അതിൻ്റെ ബാഹ്യമായ രൂപത്തിൽ മാത്രം അത് അങ്ങനെയാണ്. അതിൻ്റെ ഉള്ളിലുണ്ടായിരിക്കേണ്ട അതിൻ്റെ ആത്മാവ്, അതിൻ്റെ റൂഹ് അത് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ റൂഹില്ലാതെ വെറും സുവരി മാത്രമാണെങ്കിൽ അതിനുള്ള കുറ്റം കുറയും. അത് അയാൾ ഒരു നിർബന്ധിതാവസ്ഥയിലാണ്, ജീവൻ നഷ്ടപ്പെടുന്നവരോടത്താണ് ചെയ്തത്. ഇല്ലാമൻ ഉക്രിഹവ ഖൽബുഹു മുത്മഇന്നുൻ ബിൽ ഈമാൻ എന്ന അവസ്ഥയിലാണെങ്കിൽ അയാൾക്ക് അത് ഒഴിവാക്കപ്പെടുക വരെ ചെയ്യും. ഇനി അതല്ല, ഇക്രാഹൊന്നുമില്ല, അയാളതൊരു തമാശാക്കാൻ ചെയ്തതാണെങ്കിൽ ശിർക്കുൻ അസ്ഗറിന്റെ കുറ്റം ഉണ്ടാവും. ശിർക്കുൻ അസ്ഗർ ചെറുതല്ല, അത് ബിദഅത്തിന്റെ മുകളിലാണ്. പൊറുക്കപ്പെടൂല എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ശിർക്കുൻ അസ്ഗർ വരപ്പെടും. ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി എന്ന് പറഞ്ഞതിൽ ശിർക്കുൻ അക്ബർ മാത്രമല്ല ശിർക്കുൻ അസ്ഗറും പെടും. അയാൾ മരിക്കണീന്റെ മുമ്പ് അള്ളാഹ് സ്വീകരിക്കുന്ന തരത്തിലുള്ള തൗബ അയാളിൽ നിന്നുണ്ടായിട്ടില്ലെങ്കിൽ യുഅദ്ദബു അലൈഹ, അതിന്റെ പേരിൽ അയാൾ ശിക്ഷിക്കപ്പെടും എന്നുള്ളതാണ്. അപ്പോ ഏതൊന്നിന് നമ്മൾ ഇബാദത്ത് ചെയ്യുകയാണെങ്കിലും ആ ഇബാദത്തിന്റെ ലുബ്ബുഹു, അതിന്റെ ലുബ്ബ് അത്തഅ്ളീമാണ്. തഅ്ളീം എന്ന് പറയുന്നത് നമ്മൾ പൊട്ടിച്ചു നോക്കിയാൽ അതിൽ നിന്ന് കിട്ടുക 1 അൽ മഹബ്ബത്തു, 2 അൽ ഖൗഫു, 3 അൽ റജാഉ. ഇത് 3 കൂടിയതാണ്. ഇപ്പൊ ഒരാളൊരു വസ്തുവിനെ ആരാധിക്കുന്നു, ആ വസ്തുവിനോട് അയാൾക്ക് സ്നേഹമല്ല, എന്തോ പ്രതീക്ഷിക്കുന്നുണ്ട്, എന്തോ പേടിയോണ്ടാണ്. അങ്ങനെയാണ് രാജാക്കന്മാരുടെ മുന്നിലൊക്കെ പലപ്പോഴും പലരും ആ രൂപത്തിൽ കാണിക്കുക. അതെന്തല്ല, അത് പൂർണ്ണ രൂപത്തിലുള്ള ഇബാദത്തല്ല. നമ്മൾ ആരാധന ആവില്ല, ശിക്ഷ ഇട്ടൂല എന്നൊന്നും പറയില്ല, പക്ഷെ അത് ലക്ഷണമൊത്തൊരു ഇബാദത്തല്ല. ഇനി ഒരാൾ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്നു, അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുമ്പോൾ അയാളുടെ മനസ്സിൽ അള്ളാഹുവിനോടുള്ള മഹബത്ത് വളർന്നിട്ടില്ല എന്ന് വിചാരിക്കുക. മഹബത്ത് വളർന്നിട്ടില്ലെങ്കിൽ അത് അള്ളാഹ് സ്വീകരിക്കുന്ന ഇബാദത്താവില്ല. വെറുത്തും കൊണ്ട് ഒരാള് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു കാര്യം, കൊണ്ടുവന്ന ഒരു കാര്യം ഒരാൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിനോടുള്ള വെറുപ്പോട് കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ അയാളിൽ നിന്ന് അത് സ്വീകരിക്കൂല എന്നല്ല, അത് കുഫറിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ അള്ളാഹ് ചെയ്യുന്ന ഇബാദത്തുകളൊക്കെ എന്തു വേണം? ഈ താഴ്ലീമോട് കൂടിയായിരിക്കണം. താഴ്ലീം എന്ന് പറഞ്ഞാൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മെയിൻ ബോഡി എന്താണെന്ന് ചോദിച്ചാൽ അൽ ഹുബ്ബാണ്. ആ പക്ഷിന്റെ ശരീരമാണ്, അതിന്റെ തലയും അതിന്റെ ശരീരവുമാണ് ഹുബ്ബ്. അതിന്റെ വലത്തെ ചിറകാണ് അൽ ഖൗഫ്, അതിന്റെ ഇടത്തെ ചിറകാണ് അർ റജ. ഒരു ചിറകൊടിഞ്ഞാൽ തന്നെ താഴത്തേക്ക് വീഴും. അതിന്റെ തലയില്ലെങ്കിലോ അത് മുന്നോട്ട് അതിന്റെ പ്രയാണം സാധ്യമല്ല. അപ്പൊ ഇത് 3മായി അള്ളാഹുവിലേക്ക് ഒരാൾ ഇഖ്ബാൽ ചെയ്യുകയാണെങ്കിൽ, അള്ളാഹുവിലേക്ക് ഒരാൾ മുന്നിട്ട് വരികയാണെങ്കിൽ, അഡ്വാൻസ് ചെയ്ത് വരികയാണെങ്കിൽ അതിനാണ് അൽ ഇനാബത്തു. അപ്പൊ ഇനാബത്ത് എന്നുള്ളതിന് ഡെഫിനിഷൻ വേണമെങ്കിൽ വഹുവൽ ഇഖ്ബാലു അലല്ലാഹി ബിൽ ഹുബ്ബി വൽ ഖൗഫി വർ റജാ. അങ്ങനെ ഇതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബാക്കിയുള്ളതൊക്കെ അക്കാഡമിക്സ് നമ്മൾ പറയുന്നത് പോലെ ജീവനില്ലാത്ത ഒരു സാധനമാണ്. ഇതാണ് അതിനൊക്കെ ജീവൻ കൊടുക്കുന്ന, അതിൻ്റെയൊക്കെ പ്രാണൻ, അതിൻ്റെയൊക്കെ ആത്മാവ്, അതിൻ്റെയൊക്കെ ചൈതന്യം ഈ പറഞ്ഞ ഈ താഴ്ലീമാണ്. ഇതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അതിന്റെ ലുബ്ബുഹു, അതിന്റെ കാമ്പ് ഇതാണ്. ഇതുള്ള ഒരാളെ അള്ളാഹ് പാഴാക്കൂല. അതുള്ള ഒരാൾക്ക് തന്നെ അള്ളാഹിന്റെ മുനസ്സലായ ആയത്തുകൾ ഇറങ്ങുമ്പോൾ അതേമാതിരി മനസ്സിൽ തെളിഞ്ഞ് ആ കാര്യം ബോധ്യപ്പെടണമെങ്കിൽ എന്ത് വേണം? അയാൾ ആയത്ത് ഇറങ്ങുന്നതിന്റെ മുമ്പ് തന്നെ അള്ളാഹിന്റെ മറ്റ് ദൃഷ്ടാന്തങ്ങൾക്ക് നേരെ കണ്ണു തുറന്നവനായിരിക്കണം. അള്ളാഹിന്റെ പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങൾ, ഉഫുഖിയായ ആയാത്തുകൾക്ക് നേരെ അയാളുടെ ബോധേന്ദ്രിയങ്ങൾ തുറന്നു പിടിച്ചവനായിരിക്കണം. അത് തുറന്നു പിടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ സ്വാഭാവികമായും അയാളുടെ മനസ്സിലുണ്ടാവുക ഇതെല്ലാം വെറുതെ ഉണ്ടായതല്ലല്ലോ, സുബ്ഹാനക് മാ ഖലഖ്ത ഹാദാ ബാതിലൻ സുബ്ഹാനക്, അതയാളുടെ മനസ്സിലുണ്ടാവും. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തിട്ടുള്ള അവന്റെ ഈ മഹത്തായ കൃത്യങ്ങളെക്കുറിച്ച്, അവന്റെ അഫ്ആലുകളെക്കുറിച്ച് അയാൾക്ക് ബോധ്യം ഉണ്ടാകും. അത്രയും വലിയ കൃത്യങ്ങൾ ചെയ്യുന്ന, അപദാനങ്ങൾ ചെയ്യുന്ന അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഗുണവിശേഷങ്ങൾ എന്തായിരിക്കും എന്നതിനെ കുറിച്ചൊരു ബോധ്യം ഉണ്ടാകും. അങ്ങനെയുള്ള അള്ളാഹ് ആരാണ് എന്നതിനെ കുറിച്ച്, അള്ളാഹിനെ കുറിച്ച് ഒരു ചെറിയ വിഭാവന അവരുടെ മനസ്സിലുണ്ടാകും.
അപ്പൊ അവർക്ക് ആയത്തുകൾ പറഞ്ഞു കൊടുത്താൽ പറഞ്ഞത് പറഞ്ഞ മാതിരി ശരിക്കും ഇങ്ങോട്ട് വിടർന്ന് അവരുടെ മനസ്സിൽ ബോധ്യപ്പെടാൻ സാധിക്കും. അപ്പൊ ആയാത്ത് മുനസ്സലത്ത് മനസ്സിലാക്കാനുള്ള അത് ശരിക്കും ഉൾക്കൊള്ളണമെങ്കിൽ നമ്മൾ ആയാത്തുൽ കൗനിയത്ത് അത് ശരിക്കും നോക്കി അതിലേക്ക് നമ്മളെ വാതായനങ്ങൾ നമ്മൾ തുറന്നു പിടിക്കണം എന്നുള്ളതാണ് അതിന്റെ കാര്യം. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ശ്രദ്ധിക്കാത്ത, നമ്മൾ പലപ്പോഴും, ഞാനിപ്പോൾ 2-3 നമ്മളെ ക്ലാസ്സുകളിൽ ഇത് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് എന്തിനാന്ന് ചോദിച്ചാൽ, നമ്മളെപ്പോലെ ആളുകൾക്ക് പലപ്പോഴും ഉള്ളൊരു കുറവതാണ്. ഇപ്പോൾ ദീൻ പഠിക്കുന്ന ആൾക്കാർ പറഞ്ഞാൽ പള്ളി ദർസുകളിൽ ദീൻ പഠിച്ച ആളുകൾക്ക് നമ്മൾ ചോദിക്കും, ഇവർക്കൊന്നും ഇതിന് വിശ്വാസമില്ലേ എന്ന് ചോദിക്കും. അതുപോലെ തന്നെ ഇപ്പൊ എന്നോട് പലരും പഠിത്തിടായിട്ട് ചോദിച്ച ചില ചോദ്യങ്ങളാണ്. പല സാഹചര്യങ്ങളുണ്ടാവും. ഇത്ര അധികം ക്ലാസ്സും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഇവരൊന്നും ഇത് സ്പർശിക്കുന്നില്ല, ഇവരൊന്നും ഇത് ടച്ച് ചെയ്യണില്ല, അവരുടെ മനസ്സിലേക്ക് അത് ഇറങ്ങണില്ല. എന്താണത്? ഓരോ കാര്യം വരുമ്പോൾ ഒരു ദീനുണ്ടാവില്ല. അവര് ദുന്യാവിന്റെ വിഷയം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദുന്യാവിന്റെ അവരുടെ എല്ലാ താല്പര്യങ്ങളും 100% സുരക്ഷിതമാണെങ്കിൽ പിന്നെ കിട്ടുന്ന ഒഴിവിലും ഗ്യാപ്പിലും ആണെങ്കിൽ എന്താ, പോയിട്ട് നിസ്കരിക്കാം, സക്കാത്ത് കൊടുക്കാം, വേറെ മേത്തക്ക് പരിക്കില്ലാത്ത എന്തോ അപ്പം ചെയ്യാം. അതല്ല, അവർക്ക് പരിക്ക് വരുന്ന ഒരു കാര്യമാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞിട്ടുള്ള പരലോകമല്ല, ഈ നബിയില്ല, ഈ കിതാബും ഇല്ല, അള്ളയില്ല, ഒന്നുമില്ല, അങ്ങനെ പെരുമാറും. ഇതെന്തുകൊണ്ടാണ് ജനങ്ങൾ ഇങ്ങനെ വടക്കായി പോകാൻ കാരണം? അതങ്ങനെ വടക്കായി പോകാനുള്ള കാരണം ഒന്ന് ഇതാണ്. പള്ളി ദർസില് കുറെ നിയമങ്ങൾ, ഫിഖിന്റെ കുറെ നിയമങ്ങൾ, അവിടെ കുറെ വ്യാകരണം, അതുപോലെ കുറെ നഹ്വും സർഫും പഠിച്ചു, കുറെ ഫിഖ് പഠിച്ചു, കുറെ ഉസൂലുൽ ഫിഖ് പഠിച്ചു, കുറെ ഖവായിദുകൾ പഠിച്ചു, അതുപോലെ തന്നെ കുറെ മന്തിഖ് പഠിച്ചു, കുറെ ജദ്ര് പഠിച്ചു. ഇതുകൊണ്ടൊന്നും ഈമാൻ ഉണ്ടാവില്ല. ഇതുകൊണ്ടൊന്നും വിശ്വാസം എന്ന് നമ്മൾ പറയുന്ന ഈമാൻ എന്ന് പറയുന്ന അള്ളാനെ ഭയപ്പെടുന്ന അതുണ്ടാവണമെങ്കിൽ എന്ത് വേണം? അള്ളാഹു അവൻ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള അവന്റെ സൃഷ്ടികളിലേക്ക് അഥവാ ദൃഷ്ടാന്തങ്ങളിലേക്ക് നമ്മൾ ശരിക്ക് കണ്ണ് തുറന്നു വെക്കണം, ചെവി തുറന്നു വെക്കണം, നമ്മുടെ ബുദ്ധി തുറന്നു വെക്കണം. അള്ളാഹ് നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഒരുപാട് ഇതുണ്ടല്ലോ, വിവരങ്ങൾ, അറിവുകൾ, അനുഭവങ്ങൾ നമുക്ക് സ്വായത്തമാക്കാൻ അവൻ നമുക്ക് നൽകിയിട്ടുള്ള ഒരുപാട് ക്ഷമതകളുണ്ട്, കഴിവുകളുണ്ട്. അതെല്ലാം നമ്മൾ ഫുള്ളായിട്ട് തുറന്നു വെക്കണം. തുറന്നു വെക്കുമ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും സുബ്ഹാനക മാ ഖലഖത ഹാദാ ബാതില ഫഖിന അദാബന്നാർ. ആ നോട്ടത്തിന്റെ കുറവുകൊണ്ടാണ് ഈമാൻ ശരിക്ക് സ്ഫുരിക്കാത്തത്. ഈമാനിന്റെ അസ്വലവിടെ ഉണ്ടാവും, കേട്ടിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും, പറഞ്ഞിട്ടുണ്ടാവും, ചൊല്ലിക്കൊടുത്തിട്ടുണ്ടാവും, അസ്വലവിടെ ഉണ്ട്. പക്ഷെ അതൊന്നും വിടർന്നു വരണ്ടേ, ബ്ലൂമിങ് അത് നടക്കണില്ല. അത് നടക്കണമെങ്കിൽ ഇതിലേക്ക് നോക്കണം, അതിലേക്ക് നോക്കിയേ പറ്റൂ. അറബികൾക്കുണ്ടായിരുന്നൊരു പ്രത്യേകത, അവരിലേക്ക് അവർ സദാ നോക്കുന്നവരാണ്. അവര് കണ്ണു തുറന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള അനന്തമായ ദൃഷ്ടാന്തങ്ങളാണ്. മരുഭൂമികള്, ഒട്ടകങ്ങള്, കാർമേഘങ്ങള്, വലിയ മലകള്, സമുദ്രങ്ങള്, ഇതെല്ലാം തുറന്ന് കിടക്കുകയാണ്. അതെല്ലാം നോക്കുന്നവരും അതെല്ലാം ആസ്വദിക്കുന്നവരും അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നവരുമാണ് അവര്. അതിനൊക്കെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു നേച്ചറാണ് അറബികൾക്ക്. അതൊക്കെയാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങള്. അതുകൊണ്ട് പറഞ്ഞു ഇത്. അപ്പൊ ഈ 2 കാര്യങ്ങള്, ഒന്ന് ഈ സിദ്ഖ്, നമ്മൾ സിദ്ഖ് സത്യസന്ധത എന്നൊക്കെ പലപ്പോഴും പറയുമ്പോഴും ആ സിദ്ഖ് എന്നുള്ളതിനെയും വേണ്ടതുപോലെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ ഡൈജസ്റ്റ് ചെയ്തിട്ടില്ല. അത് ഡൈജസ്റ്റ് ചെയ്യണമെങ്കിൽ ആ സിദ്ഖ് അത് സ്റ്റെം ഔട്ട് ചെയ്യുന്നത് ഇതിൽ നിന്നാണ്, ഈ പറഞ്ഞിട്ടുള്ള ഇഖ്ബാലിൽ നിന്നാണ്. അൽ ഇഖ്ബാലു അലല്ലാഹ് ബിൽ മഹബ്ബത്തി വൽ ഖൗഫി വർ റജാ. അയാൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനം, അയാൾ പറയുന്ന എല്ലാ വാക്കും, അയാൾ കൈക്കൊള്ളുന്ന എല്ലാ സമീപനവും ഏതിൽ നിന്നാണ്? അത് ഇഖ്ബാൽ അലല്ലാഹ്, അള്ളാഹുവിലേക്കുള്ള അയാളുടെ ആ ഉന്മുഖമായി നിൽക്കുക, അള്ളാഹുവിലേക്ക് ഉന്മുഖമായി നിൽക്കുക, അള്ളാഹുവിലേക്ക് അയാൾ തിരിഞ്ഞു നിൽക്കുക, അള്ളാഹുവിലേക്ക് അയാൾ അഭിമുഖമായി നിൽക്കുക. അത് അള്ളാഹുവിലേക്ക് അയാൾ തിരിയുന്നത് ബിൽ മഹബ്ബ, മഹബ്ബത്തോടു കൂടിയായിരിക്കുക, വൽ ഖൗഫ്, ഖൗഫോട് കൂടിയായിരിക്കുക, വർ റജാ, റജാവോട് കൂടിയായിരിക്കുക. അല്ലാത്ത വേറെ താല്പര്യങ്ങളല്ല. ഇതാണ് സിദ്ഖ്.
ഇതാണ് സിദ്ഖ്. മറിച്ച് വേറെന്തെങ്കിലും താല്പര്യങ്ങൾ, ദുന്യാവിന്റെ താല്പര്യങ്ങൾ, ഒന്നുകിൽ പൈസന്റെ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ പ്രശസ്തിയുടെ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ സൗകര്യത്തിന്റെ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ വേറെ പലതിന്റെയും താല്പര്യമുണ്ട്. അങ്ങനെയുള്ള താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ സിദ്ഖല്ല, അവിടെ ഇഖ്ബാൽ അലല്ലാഹ് എന്ന് പറയുന്നത് അല്ല ഉണ്ടാകണത്. സിദ്ഖിന് പകരം അവിടെ നിഫാഖാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിദ്ഖ് ഉണ്ടാകണം. സിദ്ഖോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല തഅസീസ് ചെയ്തിട്ടുള്ള ആഫാഖിലുള്ള അവന്റെ ആയാത്തുകൾ അതിലേക്ക് ഒരാൾ തുറന്നു പിടിക്കുകയും ചെയ്യുകയാണെങ്കിൽ, മനുഷ്യൻ അവന്റെ വാതായനങ്ങൾ തുറന്നു പിടിക്കുകയും ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായി നന്നാകല്ലാണ്ട് വേറെ വഴിയില്ല. പിന്നെ അതുപോലെ തന്നെ വ ഇജാബത്തി മുഖ്ബിലിൻ അലൈഹി ബിൽ ഹുബ്ബി വൽ ഖൗഫി വർ റജാഇ വ ഇജാബത്തി ദാഇഹി. ബിൽ ഹുബ്ബി എന്ന് പറഞ്ഞാൽ ഹുബ്ബിലേക്കാണ് ബാക്കിയൊക്കെ അത്ഫ്. ബിൽ ഹുബ്ബി, പിന്നെ വൽ ഖൗഫി വർ റജാഇ വൽ ഇജാബത്തി. അവിടെ വൽ ഇജാബത്തി അലിഫും ലാമും എഴുതിയത് അത് മുളാഫ് ആയതോപ്പോ അലിഫും ലാമും കളഞ്ഞു. വ ഇജാബത്തി ദാഇ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയച്ചിട്ടുള്ള ദാഇ, അവനിലേക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് അവൻ പറഞ്ഞയച്ചിട്ടുള്ള വിളിയാളന്മാർ അഥവാ അമ്പിയാക്കന്മാർ, ആ അമ്പിയാക്കന്മാർക്ക് ഇജാബത്ത് ചെയ്തുകൊണ്ടായിരിക്കണം. വഅമ്മൽ മുകദ്ദിബ്, എന്നാൽ അതൊക്കെ കളവാണെന്നേ എന്ന് പറയുന്ന കളവാക്കുന്ന ആളുകൾ, വൽ മുഅരിദ്, അല്ലെങ്കിൽ കളവാക്കുന്നൊന്നുമില്ല, കറിയൊക്കെ നന്നു നമ്മളേക്ക് ഒഴിക്കണ്ട എന്ന് പറഞ്ഞിട്ട് മുഖം തിരിച്ച് പിന്തിരിഞ്ഞു പോകുന്ന ആളുകൾ, ഫമാ തുഗ്നിൽ ആയാതു വന്നുദുർ അൻ ഖൗമിൻ ലാ യുഅ്മിനൂൻ. ഫമാ തുഗ്നിൽ ആയാത്ത്, അവർക്ക് ഈ ദൃഷ്ടാന്തങ്ങൾ ഒരു ഉപകാരം ചെയ്യൂല. മാ തുഗ്നി, അഗ്നായുഗ്നി, ഒരു ഉപകാരവും ചെയ്യൂല, ഒരു ഹിനയും വരുത്തൂല, ഒരു ഐശ്വര്യം വരുത്തൂല, ഒരു ഗുണവും ചെയ്യൂല എന്നർത്ഥം. എന്താണ് ഒരു ഗുണവും ചെയ്യാത്തത്? അല്ല ആയാത്തു, അള്ളാഹിന്റെ ദൃഷ്ടാന്തങ്ങൾ, വന്നുദർ, അള്ളാഹു നൽകുന്ന താക്കീതുകൾ. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പോ കേരളത്തില് വയനാട് 1-2 ഗ്രാമങ്ങൾ ഏറെക്കുറെ മുഴുവനായിട്ട് വൈപ്പ് ഔട്ട് ചെയ്തു. ഇത് വൈപ്പ് ഔട്ട് ചെയ്തപ്പോ മതമുള്ളവരും മതമില്ലാത്തവരും, മതവിശ്വാസികളും മതവിശ്വാസമില്ലാത്തവരും അവരതിനെ കുറിച്ച് നടത്തിയ ഒരുപാട് വർത്തമാനങ്ങളും ചർച്ചകളും ഒക്കെ നമ്മൾ കേട്ടല്ലോ. പക്ഷെ ആരെങ്കിലും അതിനെ ഒരു ആയാത്ത്, അള്ളാഹു ഇറക്കിയിട്ടുള്ള ഒരു ദൃഷ്ടാന്താണ്, അള്ളാഹു അയച്ചിട്ടുള്ള ഒരു നുദുർ, അവന്റെ ഒരു താക്കീതാണ്, അങ്ങനെ ഒരു കുട്ടി ആലോചിക്ക പോലും അങ്ങനെ ഒരു വാചകം എവിടെയെങ്കിലും ഉണ്ടോ? അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെതിരിൽ എല്ലാവരും കൂടി പൊങ്കാലിട്ടിട്ട് അവനെ നശിപ്പിക്കും. അങ്ങനെ പറയാൻ പറ്റൂല എന്ന്. മറിച്ച് എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരാൾ ആലോചിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ശാസ്ത്രവും കൂടി ഒരുമിച്ച് കൂടിയിട്ട് അതിന്റെ വഴി ആദ്യം അങ്ങോട്ട് തേച്ച് അടച്ചൊട്ടിക്കും. അങ്ങോട്ട് ചിന്തിക്കേ വേണ്ട. അത് അങ്ങനെ അള്ളാന്റെ ഒരു നുദുർ, അള്ളാന്റെ നദീർ, അള്ളാന്റെ ഒരു താക്കീതല്ല. അള്ളാഹു നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി അള്ളാഹു അയച്ചിട്ടുള്ള അവന്റെ ഒരു ദൃഷ്ടാന്തമല്ല. അത് സോയിൽ പൈപ്പിംഗ് ആണ്. അങ്ങനെ ഒരു പ്രതിഭാസം വെസ്റ്റേൺ ഘട്ട് മുതൽ അറബിക്കടൽ വരെയുള്ള സ്ഥലങ്ങളിൽ രൂപപ്പെട്ടിട്ട് 2016-17 കാലം മുതൽ തന്നെ ഫോം ചെയ്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിന്റെ ഏത് ഭാഗത്തും എവിടെ വേണമെങ്കിലും ഇങ്ങനെ കുറച്ച് വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ കുഴമ്പായിട്ട് ഒഴുകി പോകാം. സോയിൽ പൈപ്പിംഗ് എന്ന് ഇംഗ്ലീഷിൽ 2 വാക്ക് പറഞ്ഞോടുകൂടി എല്ലാറ്റിനും പൂർണ്ണ തൃപ്തിയായി. ഇനി ആരൊന്നും കൊണ്ടുവരില്ല, ഇനി ആരും ചിന്തിക്കൂല. ശാസ്ത്രം നമുക്ക് തരുന്ന ഏറ്റവും വലിയ സമ്മാനം അതാണ്. നമ്മളെ ബുദ്ധിയെ മരവിപ്പിക്കുകയാണ് ചെയ്യുക. അവര് പറയും അന്വേഷണ സ്വഭാവം വർദ്ധിപ്പിക്കുന്നതാണ്. അല്ല, ശാസ്ത്രം അന്വേഷിക്കാനുള്ള, കണ്ടെത്താനുള്ള എല്ലാം അവളോടുകൂടി ഇങ്ങനത്തെ ചില വാക്കുകൾ പറഞ്ഞിട്ട് അവിടെ അടിച്ച് തേച്ചൊട്ടിക്കുക ചെയ്യുക. ഒരു ഇംഗ്ലീഷ് വാക്ക് കേട്ടാ പിന്നെ മനുഷ്യൻ കൊണ്ടുവരും. ആ സോയിൽ പൈപ്പിംഗ് ആണ് കഴിഞ്ഞു. അത് പറഞ്ഞാൽക്കും തിരിഞ്ഞോളുന്നില്ല, കേൾക്കുന്ന ആൾക്കും തിരിഞ്ഞോളുന്നില്ല, അതിന് വായന ഉണ്ടായിക്കോളൊന്നുമില്ല. എന്നാലും അതിലെല്ലാവരും തൃപ്തിയാണ്. അതുകൊണ്ട് തന്നെ മുഅരിളീങ്ങളാണ്. അതിൽ കുറെ ആൾക്കാര് ഈ പറഞ്ഞതുപോലെ മുകദ്ദിബീങ്ങളാണ്. ഇതല്ല ഇതിലും മീതുള്ളത് വന്നാലും അവര് കണ്ടറിയുന്ന ആളുകളല്ല. അവര് കൊണ്ട് അതിന്റെ കൂടെ പോയി നശിക്കാൻ വേണ്ടിയിട്ട് നശിക്കാനായി വന്ന ആൾക്കാർ. അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട് കേരളത്തിൽ, എല്ലാ നാട്ടിലും.
വേറെ കുറച്ച് ആളുകളുണ്ട് മുഴരിളയങ്ങൾ, അങ്ങനെയൊക്കെ ആയിരിക്കും, ആണോൽ അങ്ങനെ പറഞ്ഞോട്ടെ. പക്ഷെ നമുക്കിപ്പോൾ അതിൻ്റെ പിന്നാലെ അടക്കാൻ പറ്റൂല. നമുക്ക് ഒരുമിച്ച് നിന്നിട്ട് ഇതിനെ കീഴ്പ്പെടുത്തണം. കേരളം തോറ്റിട്ടില്ല. നമ്മൾ 18 വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ തോറ്റിക്കണോ? ഇല്ല. അതിന്റെ ശേഷം ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ തോറ്റിക്കണോ? ഇല്ല. അതിന്റെ ഒപ്പം ഉണ്ടായിട്ടുള്ള നിപ്പയിൽ തോറ്റുണ്ടോ? ഇല്ല. അതിന് ശേഷം ഉണ്ടായിട്ടുള്ള മറ്റേ കോവിഡിൽ തോറ്റുണ്ടോ? ഇല്ല. എന്നിട്ട് അപ്പം ഇതിൽ നമ്മൾ തോൽക്കണ്, നമ്മൾ ഒരുമിച്ച് നിന്ന് ജയിക്കും. അങ്ങനെ പറയാനേ നമുക്ക് നമ്മുടെ മനസ്സ് വരുള്ളൂ. അതാണ് ഫമാ തുഗ്നിൽ ആയാതു വന്നുദുർ. ആയാത്തുകളും നുദുറുകളും അള്ളാഹു ഇറക്കുന്ന ഇത്തരം ദൃഷ്ടാന്തങ്ങളോ അല്ലെങ്കിൽ അള്ളാഹു അയക്കുന്ന ഇത്തരത്തിലുള്ള താക്കീതുകളോ ഈ മുക്കദ്ദിബീങ്ങൾക്കും മുഅ്രിളീങ്ങൾക്കും, കളവാക്കുന്ന ആളുകൾക്കും അതിൽ നിന്ന് സൗകര്യപൂർവ്വം മുഖം തിരിച്ചു പോകുന്ന ആളുകൾക്കും ഒരു തരത്തിലും ഉപകാരം ചെയ്യൂല. അത് അവരെ സ്പർശിക്കുകയല്ല. അത് എങ്ങനെയെങ്ങാണ്ട് ഒന്ന് ആലോചിക്കുമോ എന്ന് വരുന്നൊരു സ്ഥിതി വരുമ്പോൾ ആലോചിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശാസ്ത്രം ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ടെക്നിക്സ് പ്രയോഗിക്കും. ഇംഗ്ലീഷിൽ 2 വാക്കാണ് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇനി ആലോചിക്കണ്ട എന്ന് പറയും. ഇതാണ് അതിന്റെ അവസ്ഥ. അപ്പോ ഇത് ഉപകരിക്കൂല. വമ്മൽ മുകദ്ദിബു വൽ മുഅ്രിദ് ഫമാ തുഗ്നിൽ ആയാതു വന്നുദർ. അത് ഉപകരിക്കൂല. ആർക്കാണ്? ഖൗമിൻ ലാ യുഅ്മിനൂൻ. ഈമാനില്ലാത്ത ആളുകൾക്ക് അത് ഉപകരിക്കൂല. ഈ ഈമാനില്ലായ്മ എന്ന് പറയുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും ഭീകരമായ അവസ്ഥ. അതാണ് ഈമാനില്ലാത്ത, വിശ്വാസമില്ലായ്മ എന്ന് പറയുന്നത് ഏറ്റവും ഭീകരമായ ഒരു മാനസികാവസ്ഥയാണ്. അത് എവിടെ പോയിട്ടാണ് കുത്തുക എന്ന് നമുക്ക് പറയാൻ പറ്റൂല. ഒരു വിശ്വാസമുള്ള ആള്, നമ്മൾ പറയും വിശ്വാസമുള്ള ആളുകൾ അവരെന്നെ വേണ്ടാത്തവരൊക്കെ പലതും ചെയ്യണില്ലേ? ഒരു വേണ്ടാത്തരം പലതും ചെയ്യുന്നുണ്ടാകാം. പക്ഷെ വേണ്ടാത്തരം കുറച്ച് ചെയ്യുന്നുണ്ടെങ്കിലും അതിനൊക്കത്തിനൊരു ലിമിറ്റ് ഉണ്ടാകുമെന്ന്. അത് ദുന്യാവിലെ കുറച്ച് ചെറിയ മേഖലകളിൽ ചെറിയ രൂപത്തിലുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷെ അവർ വലിയ കാര്യങ്ങളിൽ അവർക്ക് കുറച്ചും കൂടി ഒരു പേടി ഉണ്ടായിരിക്കും. മറിച്ച് യാതൊരു പേടിയില്ലാതെ ഒന്നിനെയും കൂസാത്ത ഈ മനോഭാവം, അതാണ് ഈമാൻ കൊടുക്കുന്നത്. അങ്ങനെ ഇതൊക്കെ താനുണ്ടായി, ഞാനിതിന്റെ അധിപൻ, എനിക്ക് തോന്നിയ മാതിരി എൻ്റെ ജീവിതം, എൻ്റെ നിയമം, ഈ ലോകം ഞാൻ വിചാരിക്കണ മാതിരി, ബാക്കിയുള്ളവരൊക്കെ ഞാൻ പറഞ്ഞതിനനുസരിച്ച് എന്ന് പറയുന്ന ആ മനസ്ഥിതി, ആ ഈമാനില്ലായ്മ, വിശ്വാസരാഹിത്യം എന്ന് പറയുന്ന ആ മാനസികാവസ്ഥ വളരെ അപകടമുള്ളതാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇത്തരം ആയാത്തുകളും നുദറുകളും ഒരു തരത്തിലും ഉപകാരം ചെയ്യൂല. ഇതാണ് സഅദി ആയത്തിന് കൊടുത്തുള്ള തഫ്സീർ. ഇനി നിങ്ങളൊന്നും കൂടി വായിക്കുമ്പോൾ കൃത്യമായിട്ട് കിട്ടും. ഫഇന്ന ഫിന്നളരി ഫി ഹാദിഹിൽ അഷ്യാ. ആ അഷ്യാകൾ ഏതൊക്കെയാന്നുള്ളത് നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ 2-3 ആയത്തുകളിൽ പറഞ്ഞു. അതൊക്കെ ആയാത്തുൻ ഉഫുഖിയ്യത്താണ്. സഅദി അതിനെ കുറിച്ച് പറഞ്ഞത് ആയാത്തുൻ ഉഫുഖിയ്യ. ആ ആയാത്തുൻ ഉഫുഖിയ്യത്തിനെ കുറിച്ചുള്ള നളർ അതിലുണ്ട്. തബ്സിറതൻ യതബസ്സറു ബിഹ. ഒരു കാഴ്ചയുണ്ട്. ആ കാഴ്ച എന്തിൽ നിന്നാണ് നമുക്ക് കാഴ്ച ശക്തി നൽകുന്നത്? മിൻ അമൽ ജഹൽ. ഒരു വിവരമില്ലാതെ നടക്കുന്ന മനുഷ്യന് ആ വിവരക്കേടുണ്ടാകുന്ന അന്ധതയിൽ നിന്ന് കാഴ്ച നൽകുന്നു. അത് ദിക്റൻ, അതിലൊരു ദിക്റുണ്ട്, ഉത്ബോധനമുണ്ട്, ഒരു ഉണർത്തലുണ്ട്. യതദക്കറു ബിഹ. ആ ദിക്റയും അല്ലെങ്കിൽ തബ്സിറത്തും മാ യൻഫഉ ഫിദ്ദീനി വദ്ദുനിയ വയതദക്കറു ബിഹ. അത് മുഖേന അയാൾക്ക് ഉത്ബോധനം ഉൾക്കൊള്ളാൻ പറ്റും. മാ അഖ്ബറല്ലാഹു ബിഹി വഅഖ്ബറത് ബിഹി റുസുലു. ആ ഉത്ബോധനം എല്ലാവർക്കും അല്ല. വലൈസ ദാലിക ലികുല്ലി അഹദിൻ. ഓരോരുത്തർക്കും കിട്ടൂല. ബൽ, മറിച്ചത് കിട്ടുന്ന വിഭാഗം എന്ന് പറഞ്ഞാൽ ലികുല്ലി അബ്ദിൻ മുനീബ്. അബ്ദുൻ മുനീബിനാണ്. അപ്പോ ഈ വിഷയത്തിൽ പറയേണ്ടത് സമഗ്രമായിട്ടാണ് ഖുർആൻ പറഞ്ഞത്. സമഗ്രമായിട്ടാണ്. നിങ്ങൾക്ക് ഹിദായത്ത് കിട്ടണോ? നിങ്ങൾ നേരായ വഴിയിൽ വരണോ? അള്ളാഹു ഇറക്കിയിട്ടുള്ള ആയത്തുകൾ തന്നെ, അവന്റെ മുർസലീങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റണോ? 2 കാര്യം നിർബന്ധമാണ്. 2 കാര്യം അതിനുള്ള ഷർത്താണ്. ഒന്നാമത്തേത്, നിങ്ങൾ അവന്റെ ആയാത്തുൻ ഉഫുഖിയ്യത്തിലേക്ക് നോക്കണം.
അങ്ങനെ നോക്കി മനസ്സ് പാകപ്പെടുത്തിയ ഒരാൾക്ക് അള്ളാഹ് ഇറക്കിയിട്ടുള്ള മുനസ്സലത്തായ ആയത്തുകൾ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. മാ ഖബറല്ലാഹു ബിഹി വമാ ഖബറത്ത് ബിഹി റുസുലുഹു, അത് യതദക്കറു ബിഹ, അത് ഉൾക്കൊള്ളാൻ ഒരാൾക്ക് സാധിക്കുള്ളൂ. അത് ഇങ്ങനെ കണ്ണും കാതും തുറന്നു പിടിച്ചാൽ മാത്രം പോരാ. അപ്പൊ അയാളുടെ മനോഭാവം എന്തായിരിക്കണം? അയാളിൽ ഇനാബത്തുണ്ടായിരിക്കണം. ഇനാബത്ത് എന്ന് പറഞ്ഞാൽ വഹുവൽ ഇഖ്ബാലു അലല്ലാഹ് ബിൽ ഹുബ്ബി വൽ ഖൗഫി വർ റജാ. അതില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം വഅമ്മൽ മുകദ്ദിബു ഔൽ മുഅ്രിദ്, മുകദ്ദിബാകട്ടെ മുഅ്രിദാകട്ടെ, ഫമാ തുഗ്നിൽ ആയാതു വന്നുദുറു അൻ ഖൗമിൻ ലാ യുഅ്മിനൂൻ. അടുത്ത ആയത്തിലേക്ക് പോകാൻ സമയമുണ്ടോ? അതോ എന്താ കഥ? സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു